ഡിലേഡ് ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ ഈ പാർട്ടിൽ എന്താണ് ഡിലേഡ് ഡെവലപ്മെൻറ്റ് എന്നും അത് ഏതെല്ലാം മേഖലകളിൽ അത് ബാധിക്കുമെന്നൊക്കെ നാം എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസ് ടു ഇംപ്രൂവ് ഡെവലപ്മെൻറ്റൽ ഡിലേ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിലേകൾ സംഭവിക്കാം സ്വാഭാവികമായിട്ടും. നമുക്കിതിനെന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകളും എന്തെല്ലാം ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻ്റർവെൻഷൻ പ്രോഗ്രാമുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നാം പഠിക്കുന്നത്. സോ ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ഡെവലപ്മെൻറ്റൽ ഡിലേ വേരി അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് ഡിലേ. നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഓരോ കുട്ടിയിലും ഓരോ ഡൊമൈനിലായിരിക്കും ഡിലേ സംഭവിക്കുന്നത്. ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ മൂവ്മെൻറ്റിലായിരിക്കും, ചില ആളുകൾക്ക് കമ്മ്യൂണിക്കേഷനിലായിരിക്കും, ചില ആളുകൾക്ക് ഫൈൻ മോട്ടോർ സ്കില്ലായിരിക്കും, ചില ആളുകൾക്ക് ഗ്രോസ് മോട്ടോർ സ്കില്ലായിരിക്കും. ഇങ്ങനെ ഏതാണോ അവരുടെ ഡൊമൈൻ, ഏത് ഡൊമൈനിലാണോ അവർക്ക് ഡിലേ വരുന്നത്, ആ ഒരു പ്രത്യേകമായ ഡൊമൈനിലാണ് നാം എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫൈൻ മോട്ടോർ സ്കില്ലിലാണ് കുട്ടിക്ക് പ്രോബ്ലം എങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാനാണ് നാം എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കേണ്ടത്. സം ട്രീറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ഫിസിക്കൽ തെറാപ്പി. ചില ട്രീറ്റ്മെൻറ്റുകൾ ഫിസിക്കൽ തെറാപ്പികൾ കൊടുക്കും. ഫൈൻ മോട്ടോർ സ്കില്ലുകളും അതേപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ തെറാപ്പികളാണ് കൊടുക്കുക. അതേപോലെ ബിഹേവിയറൽ ആൻഡ് എഡ്യൂക്കേഷണൽ തെറാപ്പി കൊടുക്കും. ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതുപോലുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബിഹേവിയറൽ തെറാപ്പികളും എഡ്യൂക്കേഷണൽ തെറാപ്പികളും കൊടുക്കും. അതേപോലെ തന്നെ ചില കേസുകളിൽ മെഡിക്കേഷൻ, മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായും ഒരു പീഡിയാട്രീഷ്യൻ, ഒരു ശിശുരോഗ വിദഗ്ധൻ, അയാളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കണം തീർച്ചയായും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ഒരു കൃത്യമായ മരുന്ന്, മെഡിക്കേഷനൊക്കെ നമ്മൾ അതിന് വേണ്ടി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതേപോലെ മെനി ജനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഫിഗർ ഇൻ ടു എ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഡിലേ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പാരമ്പര്യപരമായ കാര്യങ്ങളും ഒരുപാട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള കുറേ ഘടകങ്ങളും ഒക്കെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വുമൺ ഹൂ ഹാവ് എ ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് പ്രോപ്പർ കെയറിങ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി ക്യാൻ ഹാവ് ചിൽഡ്രൻ വിത്ത് ഡെവലപ്മെൻറ്റൽ ഡിലേ. അതായത് സാധാരണ നമ്മുടെ സ്ത്രീകൾ അവർ നല്ല പ്രഗ്നൻസിയാണ്, ആ സമയത്ത് ഭയങ്കര കെയറാണ്, എല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണ് ഗർഭകാലം ഒക്കെ ആ സ്ത്രീ നടന്നു നീങ്ങിയതെങ്കിൽ പോലും ചിലപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിലേകൾ സംഭവിക്കാം. നേരത്തെ കഴിഞ്ഞ യൂണിറ്റിൽ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ പ്രഗ്നൻസി പീരീഡിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ലാക്ക് ഓഫ് കെയറിങ് എല്ലാം തന്നെ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേയെ പിൻ പോയിൻ്റ് ചെയ്യാൻ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും സപ്പോർട്ട് സർവീസുകളും നമുക്ക് ചുറ്റുപാടും അവൈലബിൾ ആണ് എന്ന് നാം ഓർക്കുക. അപ്പോൾ മീൻസ് ആൻഡ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ഡെവലപ്മെൻറ്റൽ ഡിലേ. എന്തെല്ലാം മെഷറുകളും എന്തെല്ലാം മാർഗങ്ങളും എന്തെല്ലാം വഴികളും നമുക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേകൾ സംഭവിക്കാൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേസിനെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ എ ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഒക്കേഴ്സ് വെൻ എ ചൈൽഡ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് birth and 18 displays significant cognitive delays as well as delays in other developmental domains. ഇപ്പോൾ സാധാരണ ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചതുപോലെ
ഒന്നിൽ കൂടുതൽ ഡൊമൈനുകളിൽ ഒരുമിച്ച് കുട്ടിക്ക് ഡിലേ വരുമ്പോഴാണ് അതിനെ ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഒരേ സമയത്ത് തന്നെ കുട്ടിക്ക് ഫൈൻ മോട്ടോർ സ്കില്ലിലും ഡിലേ വരികയാണ്, ഗ്രോസ് മോട്ടോർ സ്കില്ലുകളിലും ഡിലേ വരികയാണ്. അപ്പോൾ അതൊരു ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേ ആയിട്ട് മാറി. അതേപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ഡൊമൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഭാഗങ്ങളാണ്. ഡെവലപ്മെൻ്റൽ ഡിലേ സംഭവിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാം? ഒന്ന് കമ്മ്യൂണിക്കേഷൻ ആവാം, ഗ്രോസ് മോട്ടോർ സ്കില്ലാവാം, ഫൈൻ മോട്ടോർ സ്കില്ലുകളിൽ ഡിലേ വരാം, സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കില്ലുകൾ, മറ്റുള്ളവരോട് പെരുമാറുന്നതിനും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഡിലേകളാവാം, കോഗ്നിറ്റീവ് ചിന്താപരമായ സെൻസുകൾ കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റാത്തതിലുള്ള പ്രശ്നങ്ങളാവാം, സെൽഫ് ഹെൽപ്പ്, ഇതെല്ലാം ഡെവലപ്മെൻ്റൽ ഡൊമൈനുകളാണ്. ഇതിൽ ഏത് ഡൊമൈനാണ് കുട്ടിക്ക് പ്രോബ്ലം എന്ന് നാം എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പോൾ ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേസ് ക്യാൻ ബി ദ റിസൾട്ട് ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ് കോസസ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേസ് വരാം. ഓട്ടിസം ഒരു കാരണമാവാം, ജനറ്റിക് ആയിട്ട് നേരത്തെ സംസാരിച്ചതുപോലെ ഡൗൺ സിൻഡ്രം ആവാം, അതല്ലെങ്കിൽ ക്രോമോസോമൽ ഓർ ജനറ്റിക് ഡിസോർഡറുകളാവാം. ഇനി നമുക്ക് സാധാരണ ഒരു ഡെവലപ്മെൻ്റൽ ഡിലേ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെൻ ടീച്ചിങ് എ സ്റ്റുഡൻറ്റ് വിത്ത് ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേസ്, ഒരു ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേ, ഒന്നിൽ കൂടുതൽ ഡൊമൈനുകളിൽ പ്രശ്നങ്ങളുള്ള ഡിലേകളുള്ള കുട്ടികളെ നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു അഡ്രസ് ദ സ്റ്റുഡൻസ് ഏരിയാസ് ഓഫ് നീഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ആവശ്യം എന്താണ്, റാദർ ദാൻ ഐഡൻറ്റിഫൈ ദ കോസ്. അതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുന്നതിനേക്കാളും നല്ലത് കുട്ടിയുടെ ഏത് ഏരിയയിലാണ്, ഏത് നീഡാണ് കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നത് നാം തിരിച്ചറിഞ്ഞാൽ മതി. അതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് പോയതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഗ്രോസ് മോട്ടോർ സ്കില്ലാണ് കുട്ടിക്ക് ഇല്ലാത്തതെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? ആവശ്യമായ ടീച്ചിങ് മെത്തേഡുകൾ ഉപയോഗിക്കുക. അപ്പം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിച്ച് പോകുന്നതിൽ ഇനി കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റോൾ ഓഫ് ദ IEP എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. IEP എന്താണ്? IEP എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പ്രത്യേകം നോട്ട് ചെയ്യണം, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓരോ കുട്ടിയെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് IEP. ഇപ്പോൾ സാധാരണ ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 15 കുട്ടികൾ നോർമൽ കുട്ടികളാണ്, ബാക്കി 5 കുട്ടികൾ ഡിലേ ഉള്ള കുട്ടികളാണ്. അപ്പോൾ 20 കുട്ടികളെയും ഒരേ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെ IEP ആണ് ഉപയോഗിക്കേണ്ടത്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓരോ കുട്ടിയുടെയും നീഡ്, അതിൻ്റെ ആവശ്യവും അതിൻ്റെ അവരുടെ റിക്വയർമെൻറ്റും അനുസരിച്ച് കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തയ്യാറാക്കേണ്ടത്. സോ ദ IEP ദാറ്റ് അഡ്രസ്സസ് ദെയർ ഏരിയാസ് ഓഫ് ഡിലേ and contains goals specific to each domain in which they have a delay. അപ്പോൾ ഈ ഒരു IEP തയ്യാറാക്കുന്ന സമയത്ത്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം തയ്യാറാക്കുന്ന സമയത്ത് അതിൽ കൃത്യമായി പറയും ഈ കുട്ടിയുടെ ഏത് ഏരിയയിലാണ് ഡിലേ ഉള്ളത്, ഏത് ഡൊമൈനിലാണ് ഡിലേ ഉള്ളത്, ഏത് ഏരിയയിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഏത് ഡൊമൈനിലാണ് നാം ഇംപ്രൂവ്മെൻറ്റ് നടത്തേണ്ടത് എന്ന് കൃത്യമായി ഈ IEPയിൽ കൃത്യമായി എന്ത് ചെയ്യും? പറയപ്പെടും. അറ്റ് സ്കൂൾ, ഇനി സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഷുഡ് യൂസ് അസസ്മെൻറ്റ് that compare the students' performance with that of children of the same age and then work together to develop appropriate goals. സ്കൂളിൽ ടീച്ചർമാർ ചെയ്യേണ്ടത് എന്താണ്? 5 വയസ്സുള്ള ഒരു കുട്ടി, ഡിലേ ഉള്ള കുട്ടി, ടീച്ചർ എന്ത് ചെയ്യുക? 5 വയസ്സുള്ള അതേ പ്രായമുള്ള നോർമലായൊരു കുട്ടി, ഡിലേ ഇല്ലാത്ത ഒരു കുട്ടിയുടെ പെർഫോമൻസും ഡിലേ ഉള്ള കുട്ടിയുടെ പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അപ്പോൾ ഡിലേ ഇല്ലാത്ത കുട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആ ലെവലിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള
ഒരു പ്ലാൻ ആയിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്. ഇഫ് എ സ്റ്റുഡൻറ്റ് എൻറ്റേഴ്സ് യുവർ ക്ലാസ് വിത്ത് ആൻ IEP ഓൾറെഡി ഇൻ പ്ലേസ്, ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരികയാണ്, നിങ്ങളുടെ കയ്യിൽ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ തീർച്ചയായും ടീച്ചേഴ്സ് ഷുഡ് ഫെമിലിയറൈസ് ദംസെൽഫ്. ടീച്ചർമാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട്, ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം, ആ സ്റ്റുഡൻറ്റിൻ്റെ കറൻറ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്താണെന്നുള്ളത് കൃത്യമായി തിരിച്ചറിയണം. അപ്പോൾ ടീച്ചർമാർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ലെവൽ ഇതാണ്, ലെവൽ ഓഫ് പെർഫോമൻസ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇംപ്രൂവ് ചെയ്യാനും ഈ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നും അവർ കൂട്ടായി തീരുമാനിക്കണം, അല്ലെങ്കിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ആ കുട്ടിയെ പോലെ സമാനമായ നോർമൽ കുട്ടിയുടെ പെർഫോമൻസും ഈ കുട്ടിയുടെ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്ത് അതിനെ സമാനമായ ലെവലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ടീച്ചർ ചെയ്യേണ്ടത്. വെൻ കൺസിഡറിങ് ടീച്ചിങ് എ സ്റ്റുഡൻറ്റ് വിത്ത് ഡിലേസ്, ഇനി ഡിലേ ഉള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് എക്സ്പെക്റ്റഡ് ഓഫ് എ ടിപ്പിക്കലി ഡെവലപ്പിംഗ് സ്റ്റുഡൻറ്റ് ഓഫ് ദ സെയിം ഏജ്. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഡെവലപ്മെൻറ്റുള്ള ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നോർമൽ ഒരു ടിപ്പിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സ്വഭാവം, അയാളുടെ പെർഫോമൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ വേണം. ഒരേ പ്രായത്തിലുള്ള സമാനമായ ഒരു കുട്ടിയുടെ പെരുമാറ്റവും പെർഫോമൻസും എല്ലാം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നാം എന്ത് ചെയ്യാൻ, ഒരു ഡെവലപ്മെൻറ്റുള്ള ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി. The teacher may vary strategies and interventions depending upon the age and grade level of the students they teach. ഓരോ ടീച്ചറിനും ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജികളും ഇൻ്റർവെൻഷനൊക്കെ ഉപയോഗിക്കാം. അതിനൊരു നിബന്ധനയൊന്നുമില്ല. ഏതെല്ലാം സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാം. ഇനി സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഡിലേ. ഇനി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ചില സ്ട്രാറ്റജീസ്, ചില തന്ത്രങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗിവൺ ബിലോ ആർ എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഒരുപാട് സ്ട്രാറ്റജീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ചില സ്ട്രാറ്റജീസാണ്. ഇപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഫൈൻ മോട്ടോർ അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിലൊക്കെ പിറകിലുള്ള ഡിലേ ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാവുന്ന ചില സ്ട്രാറ്റജീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തത്, പ്ലാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫോർ ടൈംസ് വെൻ ദ സ്റ്റുഡൻസ് ഹാസ് ദ മോസ്റ്റ് എനർജി. കുട്ടികൾക്ക് എപ്പോൾ നല്ല എനർജി ഉള്ള സമയം എപ്പോഴാണോ ആ സമയത്തായിരിക്കണം നമ്മൾ ആക്ടിവിറ്റി കൊടുക്കേണ്ടത്. കുട്ടി ആകെ ഡെസ്പായി കിടക്കുമ്പോൾ അല്ല നമ്മൾ ആക്ടിവിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ കുട്ടി ഏറ്റവും നല്ല എനർജിയിലുള്ളാവുന്ന സമയത്ത് ആക്ടിവിറ്റികൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ വരുന്ന കുട്ടിയാണെങ്കിൽ രാവിലെ വന്ന ഉടനെയൊക്കെ നല്ലൊരു എനർജി ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വന്നിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ മാറി ഒരു അല്പസമയം കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ലൊരു എനർജി ലെവൽ ഉണ്ടാകും. ആ എനർജി ലെവൽ വരുമ്പോഴാണ് കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റികളും കൊടുക്കേണ്ടത്. പിന്നെ കുട്ടിക്ക് സിമ്പിൾ ഒബ്സ്റ്റാക്കിൾ അതേപോലെ ഫൺ ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതിൽ സിമ്പിൾ കൊടുക്കണം, രസകരമായ ആക്ടിവിറ്റികൾ കൊടുക്കണം, കുറച്ചും കൂടി കട്ടിയുള്ള ആക്ടിവിറ്റികളും കൂടി കൊടുക്കണം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ കുട്ടികൾക്ക് സ്റ്റുഡൻസ് ഈസ് കേപ്പബിൾ ഓഫ് കംപ്ലീറ്റിങ്, കുട്ടികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന അത്തരം ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇത്തരം കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രൊവൈഡ് ഡെയിലി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ആക്ടിവിറ്റീസ് ഫോർ ചിൽഡ്രൻ ടു യൂസ് ഹാൻഡ് ഹെൽഡ് ടൂൾസ് ആൻഡ് ഒബ്ജക്റ്റ്. കൈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ, ഒബ്ജക്റ്റുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റികളും ഓപ്പർച്യൂണിറ്റികളും കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോഴാണ് കൂടുതൽ ഈ ഫൈൻ മോട്ടോറും മസിൽ കോർഡിനേഷനും ഫൈൻ മോട്ടോർ സ്കില്ലുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി ഡെവലപ്പ് ആകപ്പെടുന്നത്. അതേപോലെ തന്നെ യൂസ് സോങ്സ് വിത്ത് ഫിംഗർ പ്ലേസ്
ടു ഡെവലപ്പ് ഫൈൻ മോട്ടോർ സ്കിൽ. പിന്നെ ഫിംഗറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫിംഗർ കളികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സോങ്ങുകൾ, കാരണം അതാണല്ലോ കുട്ടികളിൽ പ്രധാനമായും വരുന്ന ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ കയ്യിലൊരു ക്രയോൺ പിടിക്കുക, അല്ലെങ്കിൽ ഒരു ടോയ് കയ്യിൽ പിടിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ്. അപ്പോൾ അതില്ലാതിരിക്കുമ്പോൾ കുട്ടിക്ക് പെൻസിലോ ക്രയോണോ ഇതൊന്നും പിടിച്ചിട്ട് എഴുതാനോ മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിംഗർ പ്ലേസ് ഒക്കെ ചെയ്യുന്നത്, കുട്ടിക്ക് ആ ഒരു ഫൈൻ മോട്ടോർ സ്കില്ല് വർദ്ധിക്കാൻ വേണ്ടി. അതേപോലെ ഇത്തരം കുട്ടികളിൽ യൂസ് മെറ്റീരിയൽസ് സച്ച് ആസ് നോൺ സ്ലിപ്പാവാത്ത നല്ല കട്ടിയുള്ള നോൺ സ്ലിപ്പ് മാറ്റുകൾ ഉപയോഗിക്കുക. അതേപോലെ തിക്ക് ക്രയോണ്, നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ക്രയോണുകൾ, തിക്ക് ഹാൻഡിൽഡ് പെയിൻറ്റ് ബ്രഷസ്, നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷുകളൊക്കെ കുറച്ച് കട്ടിയുള്ള ബ്രഷുകളൊക്കെ കൊടുക്കുക. കാരണം അതാണ് കയ്യിൽ ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പം. കാരണം ആദ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിച്ച് ശീലിപ്പിച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്ലിപ്പാവുന്ന രീതിയിലുള്ള നൈസായിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നോൺ സ്ലിപ്പ് മാറ്റുകളും അതുപോലുള്ള കാര്യങ്ങളാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഇൻകോർപ്പറേറ്റ് സിംഗിങ് ആൻഡ് ഡാൻസിങ് ഇൻ ടു മെനി ആക്ടിവിറ്റി, പാട്ടുകളും അതേപോലെ ഡാൻസും അത് ഉപയോഗപ്പെടുത്തി ഒരുപാട് ആക്ടിവിറ്റികൾ പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ പ്ലേസ് ഒബ്ജക്ട്സ് ഇൻ ദ സ്റ്റുഡൻസ് ഹാൻഡ് ടു ഹോൾഡ് ആൻഡ് ഫീൽ, കുട്ടികളുടെ കയ്യിൽ സാധനങ്ങൾ കൊടുക്കുക, എന്നിട്ട് പിടിക്കാൻ പറയാം, കൊടുക്കുക തന്നെ. ചിലപ്പോൾ വീഴും, ഇതൊന്നും വിഷയമല്ല. അങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെറ്റ് സ്റ്റുഡൻസ് പ്രാക്ടീസിങ് സ്വിങ്ങിങ് ആൻഡ് ഹിറ്റിംഗ്, സ്വിങ് ചെയ്യാനും ഹിറ്റ് ചെയ്യാനും ഒക്കെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. When eating, let students make a mess to practice the motions of feeding and cleaning up. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികളെ ഡിസോർഡർ ആക്കാൻ വേണ്ടി മേക്ക് എ മെസ് എന്ന് പറയുന്നത് നമ്മൾ ആകെ ഒരു ഡിസോർഡർ ആക്കുക. എന്തിനാണ്? കുട്ടി അത് ഡിസോർഡർ ആക്കിയിട്ട് സ്വന്തമായി ആ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ഡിസോർഡർ ആകും, അവിടെ കുറേ കളഞ്ഞിട്ടുണ്ടാകാം, ഒക്കെ ആവാം. പക്ഷേ ആ കുട്ടി അത് ഫീഡ് ചെയ്യുകയും അവസാനം ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുട്ടി തന്നെ അത് കറക്റ്റ് ചെയ്യും. അതിന് അവസരങ്ങൾ കൊടുക്കണം. പിന്നെ അതേപോലെ കുട്ടികൾക്ക് ബ്ലോക്കുകൾ, മണ്ണ്, പേപ്പർ, പെൻസിൽസ്, ക്രയോൺസ്, പിന്നെ ചെറിയ വലിയ അപകടമൊന്നുമില്ലാത്ത കത്രികകൾ, അങ്ങനെ എന്തെല്ലാം മാനിപ്പുലേറ്റീവ് ഡിവൈസസുകളാണ്. മാനിപ്പുലേറ്റീവ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൃത്രിമമായി പലതും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ മണ്ണ് കൊണ്ട് അവർ പലതും ഉണ്ടാക്കും, പെൻസിൽ അതിനൊന്ന് ഷാർപ്പൻ ചെയ്യും. അങ്ങനെയുള്ള ധാരാളം ഒബ്ജക്റ്റുകളൊക്കെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ കൊടുക്കാം. പ്ലാൻ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ടേക്ക് സ്റ്റുഡൻസ് ഔട്ട്സൈഡ് ടു റൺ. എല്ലാ ദിവസവും ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. ക്ലാസ്സിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി കുട്ടികളെ ഓടാനും കയറാനും സ്റ്റെയറുകൾ കയറാനും ചാടാനും എല്ലാത്തിനും അവസരങ്ങൾ കൊടുക്കണം. അതേപോലെ സ്റ്റുഡൻസിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് ബട്ടണിങ് ആണ്. ഷർട്ടിൻ്റെ ബട്ടണിങ്, അൺബട്ടണിങ്, ക്ലോത്ത് സിപ്പ് ചെയ്യുക, അതേപോലെ ഡോർ അടക്കുക തുറക്കുക, ഇതിനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അതേപോലെ യൂസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ് കട്ടിങ്, പേസ്റ്റിംഗ്, ഡ്രോയിങ് ആൻഡ് റൈറ്റിംഗ്. കട്ട് ചെയ്യാൻ, സീസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ, പിന്നെ ചിത്രങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അതെല്ലാം തന്നെ വേറെ ഒരു പുസ്തകത്തിലേക്ക് പശ ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്യുക, വരക്കുക, എഴുതുക, ഇതിനെല്ലാം അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ഡ്രോയിങ് കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളിലൊക്കെ ക്ലാസ് റൂമുകളുടെ സൈഡിൽ ഡ്രോയിങ് കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടെ ഡ്രോ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഭാരവാഹികളും ഒരുക്കും. മോഡൽ ആൻഡ് യൂസ് ആക്ടിവിറ്റീസ് വിത്ത് ഡ്രോയിങ് ആൻഡ് റൈറ്റിംഗ് ടൂൾ. പിന്നെ ഒരുപാട് ഡ്രോയിങ് ആക്ടിവിറ്റികളും പിന്നെ അതേപോലെ റൈറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ, അതാണ് റൈറ്റിംഗ് ടൂൾസ് എന്നൊക്കെ പറയുന്നത്. സാധാരണ മോണ്ടിസോറിയിലൊക്കെ പ്രത്യേകമായ സ്ലേറ്റുകളൊക്കെ അതിനോട് ചേർന്നിട്ട് സ്ലേറ്റിനോട് ചേർന്നിട്ടുള്ള പേനയൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരുപാട് റൈറ്റിംഗ് ടൂളുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക്
കുട്ടികൾക്ക് കൊടുക്കാം. അതേപോലെ ചൈൽഡ് സൈസ് ടേബിൾസ് ആൻഡ് ചെയേഴ്സ് ഇൻ ദ ക്ലാസ് റൂം. കുട്ടികളുടെ സൈസ് അനുസരിച്ച് കൊണ്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം നമുക്ക് ടേബിളും ചെയറുകളൊക്കെ കിട്ടും. മുതിർന്നവർ ഇരിക്കുന്ന ടേബിളും ചെയറും അല്ല കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അത് തന്നെ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കാം. ഹാവ് എ ഷെഡ്യൂൾ ഫോർ ആക്റ്റീവ് ആൻഡ് ക്വയറ്റ് ടൈം. പിന്നെ ഒരു ദിവസത്തിൽ തന്നെ കുട്ടിക്ക് ആക്റ്റീവ് ആകാനുള്ള സമയവും വേണം, ഒന്ന് ശാന്തമായിരിക്കാനുള്ള സമയം വേണം. മൊത്തം ആക്ടിവിറ്റി തന്നെ ആയിക്കൂടാ. അപ്പോൾ കുറേ ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ശാന്തമായ സമയം, ഒന്നും ചെയ്യാത്തൊരു സമയത്തിനും നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ മോഡൽ ആൻഡ് ടോക്ക് അബൌട്ട് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് വിത്ത് സ്റ്റുഡൻസ്. പിന്നെ നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്, നല്ല ഈറ്റിംഗ് ഹാബിറ്റിനെ കുറിച്ച് അത് ടീച്ചർ മോഡലായി കാണിക്കുക, ഒരു റോൾ മോഡലാവുക, അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുക. അതേപോലെ ന്യൂട്രീഷ്യസ് സ്നാക്സ് ആൻഡ് മീൽസ്, നല്ല പോഷകാഹാരമുള്ള സ്നാക്കുകളും ഉച്ചഭക്ഷണങ്ങളും നൽകുക. അതേപോലെ തന്നെ മേക്ക് പാരൻസ് അവെയർ ഓഫ് ഹെൽത്ത് കൺസേൺ ദാറ്റ് കുഡ് എഫക്റ്റ് എ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കുട്ടിക്ക് പാരൻസിനെ നമ്മൾ ഹെൽത്ത് കൺസേണുമായി ബന്ധപ്പെട്ട് അവയർനെസ് ഉണ്ടാക്കുക. കാരണം ഇന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ മാത്രമേ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുകയുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, വളർച്ച ഉണ്ടാവുള്ളൂ, കണ്ണിന് കാഴ്ച ഉണ്ടാവുള്ളൂ, കേൾവി ശക്തി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ പ്രൊവൈഡ് പാരൻസ് വിത്ത് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത്, മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ റിസോഴ്സസ്. പാരൻസിന് ഹെൽത്തിനെ കുറിച്ചും മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഡെൻ്റൽ റിസോഴ്സുകളെക്കുറിച്ച് ഇതൊക്കെ പാരൻസിന് ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. അതേപോലെ യൂസ് വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഗെയിംസ് സച്ച് ആസ് ഐ സ്പൈ. നമ്മൾ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഗെയിമുകൾ, ഐ സ്പൈ എന്ന് പറയുന്ന ഗെയിമുണ്ട്. അതൊന്നുമല്ല, നമ്മൾ കുട്ടി എന്ത് ചെയ്യും, ഒരു റൂമിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ റൂമിൽ കുട്ടിയുടെ കണ്ണിൽ കാണപ്പെടുന്ന വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വസ്തുവെ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് കുട്ടി പറയും ഐ സ്പൈ വിത്ത് മൈ ഐസ് സ്റ്റാർട്ടിങ് വിത്ത് ഡാഷ്. എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു ഇന്ന ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ലെറ്റർ എ ആണ്. ഇന്ന ലെറ്റർ വെച്ചിട്ട് ഞാൻ ഇന്ന ഒരു ഒബ്ജക്റ്റിനെ ഈ ക്ലാസ്സിൽ കണ്ടു എന്ന് പറയുമ്പോൾ ബാക്കി കുട്ടികളൊക്കെ ഗസ് ചെയ്യും. എ കൊണ്ട് തുടങ്ങുന്ന എന്താണ് ഇയാൾ കണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇങ്ങനെ പറയും. ഇതാണ് വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ഗെയിമാണ്, ഐ സ്പൈ ഗെയിം എന്ന് പറയും. ടേക്ക് ലിസണിങ് വാക്ക്. പിന്നെ ലിസണിങ് വാക്കാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ കുട്ടിയോട് സംസാരിക്കും. കുട്ടി എന്ത് ചെയ്യുന്നു, ഒരേ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരാൾ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് പോലെ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു വാക്ക്, ജംഗിൾ വാക്ക് എന്നൊക്കെ പറയും അതിനെ, അങ്ങനെ ലിസണിങ് വാക്കുകൾ നടത്താം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അതിൽ നമ്മുടെ PPT വന്നിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.